വെൽക്കം ബാക്ക് ടു മൈ ഇൻസ്റ്റിറ്റ്യൂഷൻ. നമുക്ക് HCF ആൻഡ് LCM സ്റ്റാർട്ട് ചെയ്യാം. HCF ആൻഡ് LCM കുറച്ച് ക്വസ്റ്റ്യൻസേ ഉള്ളൂ. ചെറിയൊരു ടോപ്പിക്കാണ്, എന്നാലും ഒന്ന് രണ്ടോ ക്വസ്റ്റ്യൻസ് വരും. നമുക്കതിനെ ബേസ് ചെയ്തിട്ട് 5-6 ക്വസ്റ്റ്യൻ നോക്കാം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, HCF and LCM of are 21 and if one of the numbers lies between 200 and 300. Find out the numbers. ഇവിടെ ഓപ്ഷൻസ് ഞാൻ പറയുകയാണ്, പറയാതെ നമുക്ക് ആൻസർ പറയാൻ പറ്റില്ല. 273, 357, ഓപ്ഷൻ ബി 210, 252, ഓപ്ഷൻ സി 215, 314, ഓപ്ഷൻ ഡി 210, 340. HCF LCM രണ്ടും തന്നിട്ടുണ്ട് അല്ലേ. ടു നമ്പേഴ്സ്, വൺ ഓഫ് ദീസ് നമ്പേഴ്സ് ലൈസ് ബിറ്റ്വീൻ 200 and 300. ഇതിലേത് ഓപ്ഷൻ ആയിരിക്കും? HCF LCM തന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊരു റിസൾട്ടുണ്ട്, HCF ഇൻറ്റു LCM ഫോർ 2 നമ്പേഴ്സ്. നമ്മൾ എടുത്ത് പറയാണ് 3 നമ്പേഴ്സിന് ആ റിസൾട്ട് ഇല്ല. ഫോർ ഓൺലി 2 നമ്പേഴ്സ് HCF ഇൻറ്റു LCM ഈസ് ഈക്വൽ ടു പ്രോഡക്റ്റ് ഓഫ് ദാറ്റ് 2 നമ്പേഴ്സ്. ഒരു റിസൾട്ടാണ്. ഏത് 2 നമ്പർ എടുത്താലും അതിൻ്റെ HCF LCM കൂടെ നമ്മൾ ഇൻറ്റു ചെയ്താൽ കിട്ടുന്ന അതേ ആൻസർ ആയിരിക്കും ആ നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ്. അപ്പോൾ ഇവിടെ നമുക്കറിയാം നമ്പേഴ്സ് ഏതൊക്കെയാണ്, HCF ആൻഡ് LCM നമുക്കറിയാം 21 ഇൻറ്റു 4461 അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഓഡ് വൺസ് ഡിജിറ്റ് ഒന്ന് ഇൻറ്റു ചെയ്ത് നോക്കിയാൽ 1 ഇൻറ്റു 1 എത്ര 1. അപ്പോൾ ലാസ്റ്റ് ഏതിൽ വരണം? 1 വരണം പ്രോഡക്റ്റ്. ഇവിടെ 0 ഇൻറ്റു 2 0, 5 ഇൻറ്റു 4 20 0 0, 3 ഇൻറ്റു 7 21. പെട്ടെന്ന് ചെക്ക് ചെയ്യാം. 273, 357 ഏതുകൊണ്ട് ഡിവിസിബിളാണ്? 21. HCF ഡിവിസിബിളാണ്. അപ്പം നമുക്കിങ്ങനെ പെട്ടെന്ന് ചെയ്ത് നോക്കാം. HCF ഇൻറ്റു LCMത്തിൻ്റെ പ്രോഡക്റ്റ് എൻഡ് ചെയ്യുന്ന ഏതിലാണ്? 1ലാണ് അല്ലേ. നമുക്കിവിടെ ഓപ്ഷൻ നോക്കിയേ, 3 ഇൻറ്റു 7 21. ഇത് രണ്ടും 21 വെച്ച് ഡിവിസിബിളുമാണ്. നമുക്ക് ആൻസർ ഏതാണ്? ഓപ്ഷൻ എ. So answer is A, 273, 357. 2 നമ്പേഴ്സിനേ ഉള്ളൂ. HCF ഇൻറ്റു LCM ഈസ് ഈക്വൽ ടു പ്രോഡക്റ്റ് ഓഫ് ദാറ്റ് 2 നമ്പേഴ്സ്. Question number 2. HCF of the ratio of 2 numbers. The ratio of is
3:4 and their HCF is 4. Find LCM. Ratio of two numbers is 3:4. HCF 4. So numbers are 3 into 4, 12. 4 into 4, 16. So LCM is equal to, ഇപ്പം നമ്മൾ ഫസ്റ്റ് പറഞ്ഞ ആ ഒരു ഫോർമുല വെച്ച് പെട്ടെന്ന് ചെയ്യാം. 12 product of two numbers is equal to LCM into HCF. So LCM is equal to product divided by HCF. 4 into 4, that is 48. ഇങ്ങനെ പെട്ടെന്ന് ചെയ്യാം. Question number 3. LCM of two numbers is 48. The numbers are in the ratio 2:3. Find the sum of numbers. LCM of two numbers is 48. That numbers are in the ratio 2:3. ഇപ്പം നമ്പേഴ്സ് നമുക്ക് എങ്ങനെ അസ്യൂം ചെയ്യാം? 2x, 3x. ഇവിടെ 2ഉം 3യും LCM എത്രയാണ്? 6. 6x എന്ന് പറയുന്നതാണ് 48. സോ എക്സ് ഇസ് ഈക്വൽ ടു 2, 3. LCM 6. പിന്നെ എക്സ് അതേപോലെ എഴുതുക. 6x is equal to 48. So x is equal to 8. So numbers are 8 into 2, 16, 8 into 3, 24. ഇതിൻ്റെ സം. So sum of that two numbers is equal to 16 plus 24. So answer is 40. ഇവിടെ 2ഉം 3യും LCM എന്ത് വരും? 6. 2x ഉം 3xൻ്റെ LCM 6x. X is equal to 48. So x is equal to 8. So numbers are 8 into 2, 8 into 3. Sum of these two numbers. Answer is 40. Two numbers are in the ratio 5:6. LCM is equal to 120. And HCF. Two numbers are in the ratio 5:6. LCM is equal to, so numbers are 5x, 6x. LCM is equal to 5 into 6, 30. 30x is equal to 120. So x is equal to 120 by 30. That is 4. ആ എക്സ് കിട്ടുന്ന വാല്യൂ തന്നെയായിരിക്കും HCF. നമ്പേഴ്സ് 20, 24. So LCM is, sorry, HCF is equal to 4. Question number 5. Product of two numbers.
2028. HCF is 13. Find LCM. LCM is equal to product divided by HCF. $156. നമ്മൾ ഇതിനു മുമ്പ് ചെയ്ത സെയിം റിസൾട്ട് തന്നെയാണ്. Question number 6. Product of two co-prime numbers. Product of two co-prime numbers is 117. Then their LCM. Find LCM. Product of two co-prime numbers. Co-prime എന്ന് പറഞ്ഞാൽ എന്താ? ഫോർ എക്സാമ്പിൾ 4 and 5. 4 കോമ്പസിറ്റ് ആണ്, പക്ഷേ 4 and 5 നോക്കുമ്പം അത് കോപ്രൈം എന്ന് പറയും. എന്തുകൊണ്ടാണ്? നമ്മൾ കോപ്രൈം എന്ന് പറഞ്ഞാൽ ആ നമ്പേഴ്സിൻ്റെ HCF എപ്പോഴും എന്തായിരിക്കണം? 1 ആയിരിക്കണം. അപ്പോൾ HCF 1 ആയിട്ടുള്ള നമ്പറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോപ്രൈം നമ്പേഴ്സ്. അപ്പോൾ ഇവിടെ HCF നമുക്കിപ്പോൾ കോപ്രൈം നമ്പേഴ്സിൽ നമുക്ക് എന്തെഴുതാം? HCF ഈസ് ഈക്വൽ ടു 1. So LCM is equal to product 117 divided by 1, that is. അപ്പോൾ കോപ്രൈം നമ്പേഴ്സിൽ എപ്പോഴും പ്രോഡക്റ്റ്, ആ നമ്പറിൻ്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? അതിൻ്റെ LCM തന്നെയായിരിക്കും. കാരണം HCF എന്താ? 1. HCF ഇൻറ്റു LCM എന്ന് പറയുന്നതാണ് പ്രോഡക്റ്റ്. അപ്പോൾ HCF 1 ആണെങ്കിൽ 1 × 117 അല്ലേ? പ്രോഡക്റ്റും 117 ആണ്, LCയും 117 ആണ്. അപ്പോൾ കോപ്രൈം എന്ന് പറഞ്ഞാൽ എന്താണ്? HCF of two numbers is 1. That numbers are called co-prime numbers. Seventh question. LCM of two numbers is LCM of two numbers is 14 times their HCF. Sum of LCM and HCF. Sum of LCM and HCF is 600. One number is 280. Find other number. LCM of two numbers is 14 times their HCF. HCF നമുക്ക് എക്സായിട്ട് അസ്യൂം ചെയ്യാം. LCM 14 ടൈംസ് എന്ന് പറഞ്ഞാൽ എന്താ? 14 ഇൻറ്റു സം ഓഫ് LCM ആൻഡ് HCF. LCM പ്ലസ് HCF മീൻസ് 14x plus x is equal to 600. That is 15x is equal to 600. X is equal to 600 divided by 15. So x is equal to 40. One number is 280. LCM x is equal to 40. X 40. X HCF. LCM 14 into 40. $560. One number is 280. Find other number. Other number is equal to
HCF into LCM divided by given number. 40 into 560 whole divided by 280. 1 0 cancel. So answer is 8. Question number 8. Find the greatest number. Find the greatest number that will divide 445, 572 and 699. Leave the remainders 4, 5 and 6 respectively. Find the greatest number that will divide these three numbers. അപ്പോൾ നമ്മൾ ആ നമ്പർ വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര റിമൈൻഡർ കിട്ടും? 4, 5, 6. ഫൈൻഡ് HCF. ഇവിടെ ഗ്രേറ്റസ്റ്റ് നമ്പർ ഇപ്പോൾ ഏതാ? HCF ആണ്. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? 445 മൈനസ് 4, 4, 4, 1. 572 മൈനസ് 5, 567. 699 മൈനസ് 6. 4 plus 4 plus 1 9 3യുടെ ടേബിളിലുണ്ട്. 5 plus 6 11 plus 7 18 3യുടെ ടേബിളിലുണ്ട്. ഇതും 3 ആയിട്ട് നമുക്ക് ഏത് വെച്ച് ഡിവൈഡ് ചെയ്യും? 147 7ൽ പോകും, 3ൽ പോകില്ല. 1 plus 4 plus 7 49 63 77 7 9 11. ഇനി ഇതിൽ 7 9 11 മൂന്ന് നമ്പറിൽ ഒരേപോലെ പോകുന്നില്ല അല്ലേ? നമുക്ക് എന്താ കിട്ടി? 3 × 3 × 7. മൂന്നിൽ നോക്കി ഇതുപോലെ 3 നമ്പേഴ്സ് ഉണ്ടെങ്കിൽ നമ്മളതിൻ്റെ HCF കാണുമ്പോൾ 3 നമ്പറിലും കോമൺ ആയിട്ട് പോകുന്ന നമ്പർ ഏതുവരെ ഉണ്ടോ അതുവരെ നോക്കുക. എന്നിട്ട് ഇത് മൂന്നും കൂടെ മൾട്ടിപ്ലൈ ചെയ്യും. 3 × 3 × 7. സോ ആൻസർ ഈസ് 63. HCF is equal to 7 × 3 × 3, 63. Question number 9. What is the HCF of? What is the HCF of smallest prime number and smallest composite number? സ്മോളസ്റ്റ് പ്രൈം നമ്പർ ഏതാണ്? 2. ഈവൻ പ്രൈം നമ്പറുമാണ്. 2 ഈസ് ദ ഓൺലി ഈവൻ പ്രൈം നമ്പർ അറിയാമല്ലോ. നമ്പർ ഹാസ് ഓൺലി 2 ഫാക്ടേഴ്സ്, 1 ആൻഡ് നമ്പർ ഇറ്റ് സെൽഫ്. ദെയർഫോർ 1 ഈസ് നെയ്തർ പ്രൈം നോർ കോമ്പോസിറ്റ് അല്ലേ? 1 1 മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണത് പ്രൈമും അല്ല കോമ്പോസിറ്റ് അല്ല. സ്മോളസ്റ്റ് പ്രൈം നമ്പർ ഏതാണ്? 2. സ്മോളസ്റ്റ് കോമ്പോസിറ്റ് നമ്പർ ഏതാണ്? 4.
HCF. So HCF is equal to 2. What is the HCF for smallest prime number and smallest composite number? HCF is 2. ഞാൻ വേറൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത ക്ലാസ്സിൽ അടുത്ത വീഡിയോയിൽ വരെ നിങ്ങളെല്ലാവരും പഠിക്കണം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.